ഈസി ആയിട്ടൊരു മെഷ് ബോ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിനുവേണ്ടി ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക. ക്രോഷ്യയുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് ഇട്ട് നമുക്ക് തുടങ്ങാം. ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് 71 ചെയിൻ സ്റ്റിച്ചസ് ആണ് ആവശ്യമുള്ളത്. ഇങ്ങനെ 71 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് വെക്കുക. ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അവസാനത്തെ 2 ചെയിൻ നമ്മൾ വിടുക. മൂന്നാമത്തെ ചെയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം യാൺ ഓവർ ചെയ്യുക, ദെൻ ഇൻസേർട്ട് ചെയ്ത് യാൺ ആദ്യത്തെ ലൂപ്പിലൂടെ പുൾ ചെയ്തെടുക്കുക. ദെൻ ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുൾ ഡൗൺ ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പിന്നെയുള്ള 2 ലൂപ്പിലൂടെ പുൾ ഡൗൺ ചെയ്തെടുക്കുക. ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഓരോ ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ടാണ് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക, ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് അതിന് ശേഷം വരുന്ന ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ ലൂപ്പിലൂടെ പുൾ ഡൗൺ ചെയ്യുക, യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്സിലൂടെ നമ്മൾ പുൾ ഡൗൺ ചെയ്തെടുക്കുക. പിന്നീട് യാൺ ഓവർ ചെയ്ത് അവസാനത്തെ 2 ലൂപ്സിലൂടെ പുൾ ഡൗൺ ചെയ്തെടുക്കുക. ഇങ്ങനെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയും റെഡിയായി. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ലാസ്റ്റ് വരെ ഫോളോ ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഒരു ചെയിൻ ലീവ് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഫൈനലി കിട്ടുന്ന പാറ്റേൺ ആണ് ഇപ്പം വീഡിയോയിൽ കാണുന്നത്. ഇനി ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് പോയി 4 ചെയിൻ സ്റ്റിച്ച് കൂടി ഇടുക. ഈ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട ശേഷം ഇത്രയും നേരം ചെയ്ത പാറ്റേൺ തിരിച്ചു വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബാക്കി നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം. ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിനൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെഷ് ബോ ആണിത്. സോ സീ യു ഇൻ ദ പാർട്ട് 2 വീഡിയോ.